വെൽക്കം ടു ശ്രീവത്സം എജു ഹബ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിനിൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞായിരുന്നു. സോ അതിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ പേജ് നമ്പർ 44 നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ ടോപ്പിക്കാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ നാച്ചുറൽ വെജിറ്റേഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് തൊട്ട് താഴെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. സോ അപ്പം നമുക്ക് നോക്കാം എന്താണ്. സോ നാച്ചുറൽ വെജിറ്റേഷൻ ഫൗണ്ട് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓൾസോ ഷോസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വൈവിധ്യമുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, അനിമൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ടോപ്പോഗ്രഫി, ക്ലൈമറ്റ് ആൻഡ് നേച്ചർ ഓഫ് ദ സോയിൽ ആർ സം ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ദിസ് ഡൈവേഴ്സിറ്റി ഇൻ നാച്ചുറൽ വെജിറ്റേഷൻ. അപ്പോൾ അവിടുത്തെ ടോപ്പോഗ്രഫി, ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ ഒരു ഭൂപ്രകൃതിയെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ടോപ്പോഗ്രഫി എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി, അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, അതുപോലെ മണ്ണിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ, അതായത് അവിടുത്തെ പ്ലാന്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ് വൈവിധ്യമുള്ളതിൻ്റെ മെയിൻ റീസൺസ് ഈ 3 കാര്യങ്ങളാണ്. സോ എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ നമ്മൾ നോക്കാം. ദ ടേം നാച്ചുറൽ വെജിറ്റേഷൻ റെഫേഴ്സ് ടു എ പ്ലാന്റ് കമ്മ്യൂണിറ്റി that has been left undisturbed for a long period. അല്ലേ? അപ്പോൾ എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സസ്യങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഒരുപാട് പ്ലാന്റ്സുകളുടെ ഒരു കൂട്ടത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു പ്ലാന്റ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. ഈ ഒരു പ്ലാന്റ്സിനെ എന്ത് ചെയ്തിട്ടില്ല, കുറേ നാളുകൾ കൊണ്ട് ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്, അതായത് മനുഷ്യന്മാർ കയറി അതിനെ വെട്ടിമുറുക്കുകയോ ഒന്നും ചെയ്യാതെ അത് പ്രകൃതിയിൽ തന്നെ വളർന്നു വരുന്ന ഈ പ്ലാന്റ് കമ്മ്യൂണിറ്റിയെ മൊത്തത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് നമുക്ക് പറയാം. ആൻഡ് എനേബിളിംഗ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ സ്പീഷീസ് ടു ഫുള്ളി അഡാപ്റ്റ് ടു ദ റെസ്പെക്റ്റീവ് ക്ലൈമറ്റ് ആൻഡ് സോയിൽ കണ്ടീഷൻസ്. അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഓരോ മരങ്ങളും അവിടുത്തെ ക്ലൈമറ്റുമായിട്ടും അവിടുത്തെ മണ്ണിൻ്റെ കണ്ടീഷൻസ്, അതായത് പല ടൈപ്പ് ഓഫ് മണ്ണുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടാണ് അവിടുത്തെ പ്ലാന്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്ലാന്റ്സൊക്കെ എങ്ങനെ വളർന്ന് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയുമായിട്ട് എന്താണ് അത് പൊരുത്തപ്പെടുന്നത്, അഡാപ്റ്റായി പോകുന്നത്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് വിളിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സസ്യങ്ങൾ, ആ സസ്യങ്ങൾ സ്വന്തമായി ഭൂമിയിൽ തന്നെ എന്താണ് പൊടിച്ച് വരുന്നതിനെയാണ്, അവിടുത്തെ ക്ലൈമറ്റും സോയിലും ഒക്കെ അടിസ്ഥാനമാക്കി അത് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ദ പ്രോമിനൻറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ ജനറലി ഫൗണ്ട്. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ട്രീസുകളുണ്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഒന്ന് ട്രോപ്പിക്കൽ ഡെസിജിയസ് ഫോറസ്റ്റ്, പിന്നെ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്, പിന്നെ എന്താണ് സ്വാമ്പ് ഫോറസ്റ്റ്. അങ്ങനെ 3 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. ഇതിനകത്ത് എന്താണ് ട്രോപ്പിക്കൽ ഡെസിജിയസ് ഫോറസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ ഇല പൊഴിയുന്ന മരങ്ങളുള്ളതാണ് നമ്മൾ ഈ ഡെസിജിയസ് ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ട്രോപ്പിക്കൽ ഡെസിജിയസ് ഫോറസ്റ്റിനെ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്, ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റും മോയിസ്റ്റ് ഡെസിജിയസ് ഫോറസ്റ്റും. ആദ്യം എന്താണ് ഡ്രൈ ഡെസിജിയസ് എന്ന് നോക്കാം. ഇപ്പോൾ ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദോസ് റീജിയൻസ് വെയർ ദ ആനുവൽ റെയിൻഫോൾ റേഞ്ചസ് ബിറ്റ്വീൻ 70 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ. പേരിൽ തന്നെയുണ്ട് ഡ്രൈ എന്ന് പറയുമ്പോൾ അത്രത്തോളം മഴ ലഭിക്കാത്ത സ്ഥലങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റ്. അവിടെ മഴ ലഭിക്കും വളരെ കുറച്ച്, ഒരു 70 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ റേഞ്ചിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, മഴ ലഭിക്കത്തുള്ളൂ. ഈ ഒരു ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് അപ്രോക്സിമേറ്റ്ലി 6 to 8 weeks ഇൻ ദ ഡ്രൈ സീസൺ. അല്ലേ? വെയർ സഫിഷ്യൻറ്റ് മോയ്സ്ചർ ഈസ് നോട്ട് അവൈലബിൾ. പ്ലാന്റ്സിന് ആവശ്യത്തിൽ വെള്ളം കിട്ടാതിരിക്കുന്ന ആ ഒരു സമയം, അതായത് 6 to 8 വീക്ക്, ഈ ഒരു ടൈം പീരീഡിൽ അവിടുത്തെ മരങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, ഇല പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് എന്തിൻ്റെ പ്രത്യേകത, ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റിൻ്റെ പ്രത്യേകത. ഇതിനി എവിടെയൊക്കെയാണ് കാണുന്നത്, നമ്മുടെ ഫൗണ്ട് ഇൻ ദ പ്ലെയിൻസ് ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ. അല്ലേ? ബീഹാർ, ഉത്തർപ്രദേശിലേക്ക് സ്ഥലങ്ങളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മോയിസ്റ്റ് ഡെസിജിയസ് ഫോറസ്റ്റ് എവിടെയാണ്, എന്താണ് എന്ന് നോക്കിക്കോ. അത് ഫൗണ്ട് ഇൻ ഏരിയാസ് വിത്ത് മോഡറേറ്റ് റെയിൻഫോൾ, കുറച്ചുകൂടെ മഴയുള്ള സ്ഥലങ്ങളിലാണ് എന്തെന്ന് പറയുന്നത് മോയിസ്റ്റിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, വെള്ളത്തിൻ്റെ അംശം കൂടുതൽ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് മോയിസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. സോ ഈ ഫോറസ്റ്റുകളിൽ എന്തിൻ്റെ അംശമുണ്ട്, വെള്ളത്തിൻ്റെ അംശമായതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടെ മഴ ലഭിക്കുന്നുണ്ട്. ആൻഡ് എത്ര മഴയാണ് ലഭിക്കുന്നത്, 100 സെൻറ്റിമീറ്റർ ടു 200 സെൻറ്റിമീറ്റർ ആണ് ഓരോ വർഷം അവിടെ കിട്ടുന്നത് പെർ ആനം. സോ ദേ ആർ മെയിൻലി സീൻ ഇൻ ദ അലോങ് ദ സ്ട്രിപ്പ് ഓഫ് ശിവാലിക് റേഞ്ച് ഇൻക്ലൂഡിങ് താരായ് ആൻഡ് ബാബർ. അല്ലേ? നമ്മൾ ശിവാലിക് റേഞ്ച് ഒക്കെ പഠിച്ചായിരുന്നു. ഈ ശിവാലിക്
സിയാലിക് റേഞ്ചിൽ തന്നെ നമ്മൾ താരായി ബാബറിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ താരായി ബാബർ ഈ ഭാഗങ്ങളിലാണ് എന്ത് കാണുന്നത്, ഈ മോയിസ്റ്റ് ഡെസിജസ് ഫോറസ്റ്റ് കാണുന്നത്. കാര്യം നമുക്കറിയാം അവിടെ മഴ കൂടുതലാണ്, അല്ലെങ്കിൽ മഴ ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട്, അവിടെ ഒരുപാട് നദീതടങ്ങളുണ്ട് അല്ലേ. അതാണ് ഈ താരായി ബാബർ സ്ഥലങ്ങളിലേക്ക് പ്രത്യേകതകൾ. അപ്പം ഈ ഒരു സ്ഥലത്തിൽ മെയിനായിട്ട് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എന്തുള്ളത്, ഈ മോയിസ്റ്റ് ഡെസിജസ് ഫോറസ്റ്റ് കാണപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ തന്നെയുള്ള മെയിനായിട്ടുള്ള ഈ രണ്ട് ഫോറസ്റ്റുകളെയും കൂടെ ചേർത്തിട്ടാണ് എന്തെന്ന് വിളിക്കുന്നത്, ട്രോപ്പിക്കൽ ഡെസിജസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇല പൊഴിയുന്ന ഫോറസ്റ്റുകളെന്ന് നമുക്ക് പഠിക്കാം. സോ ഇവിടെ കാണപ്പെടുന്ന മെയിനായിട്ടുള്ള സ്പീസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടീക്ക്, സാല്, ശിശാം, മാഹുവ, അംല, സാൻഡൽവുഡ് അല്ലേ. ടീക്ക് എന്ന് വെച്ചാൽ നമ്മളെ തേക്ക് തടി, അതുപോലെ സാൻഡൽവുഡ് നിങ്ങൾക്കറിയാം ചന്ദനത്തടി. ഇതിൽ അറിഞ്ഞുകൂടാത്ത 4 ഞാൻ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് സാലും ശിശാവും മാഹുവയും അമലയൊക്കെ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സോ ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കിയാൽ, ഇൻ ദ ഹയർ റെയിൻഫോൾ റീജിയൻസ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ദീസ് ഫോറസ്റ്റ് എക്സിബിറ്റ് എ പാർക്ക് ലാൻഡ്സ്കേപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്പൺ സ്ട്രക്ചേഴ്സ് ഓഫ് ടീക്ക് ആൻഡ് അതർ ട്രീസ് ഇൻറ്റേഴ്സ്പോസ്ഡ് വിത്ത് പാച്ചസ് ഓഫ് ഗ്രാസ്. പാർക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ. എന്താണ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ ഈ പാർക്ക് ലാൻഡ്സ്കേപ്പുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ എന്താണ് പ്രത്യേകത, ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്പൺ സ്ട്രെച്ചസ് ഓഫ് ടീക്ക് അല്ലേ. അപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു പാർക്ക് ലാൻഡ് ഏരിയ, അതായത് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഒരു ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്, ടീക്ക് മരങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല അതിൻ്റെ അതർ ട്രീസ് ഇൻറ്റേഴ്സ്പോസ്ഡ് വിത്ത് പാച്ചസ് ഓഫ് ഗ്രാസ്. മാത്രമല്ല ഇടവിട്ട് അതിൻ്റെ കൂടെ തന്നെ ടീക്കിൻ്റെ കൂടെ ബാക്കിയുള്ള ട്രീസും ഇതിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. സോ ഇത് ഡ്രൈ സീസൺ ആകുമ്പോൾ വെൻ ദ ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് എൻറ്റയർലി ദീസ് ഫോറസ്റ്റ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് വിത്ത് ബെയർ ട്രീസ് അല്ലേ. അപ്പോൾ ഇത് എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഡ്രൈ സീസണൊക്കെ ആകുമ്പോൾ, ഡ്രൈ സീസൺ ആവുന്ന സമയത്ത് ഇവിടുത്തെ ഇലകൾ മുഴുവൻ അങ്ങ് പൊഴിയുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഫോറസ്റ്റ് എന്തായിട്ട് മാറുകയാണ്, ഒരു വാസ്റ്റ് ഗ്രാസ് ലാൻഡായി മാറുകയാണ്. ഒരു വെറുതെ കുറേ പുല്ല് പിടിച്ച കുറേ സ്ഥലം, നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്ന പോലെ കുറേ പുല്ല് പിടിച്ചുള്ള സ്ഥലം. ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ്, ബെയർ ട്രീസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇലകളൊന്നും ഇല്ലാത്ത മരങ്ങൾ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബെയർ. ഇപ്പം നമ്മൾ ബെയർ ഫൂട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഷൂസ് ഒന്നും ഇടാത്ത കാലിനെയാണ് ബെയർ ഫൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ബെയർ ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലകളൊന്നുമില്ലാത്ത മരങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ദ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ വെസ്റ്റേൺ പാർട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, വളരെ റെയിൻഫോൾ കിട്ടുന്ന ഹയർ റെയിൻഫോൾ റീജിയൻസിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്ന എങ്ങോട്ടാണ്, വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പാഴ്സ് ഡ്യൂ ടു ലോ റെയിൻഫോൾ ആൻഡ് ഇൻറ്റൻസീവ് കാറ്റിൽ റിയറിങ്. നമുക്കറിയാം ഈ വെസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്, രാജസ്ഥാൻ, ഗുജറാത്ത് അല്ലെ, മരുഭൂമി ഏരിയകളാണ്. അപ്പോൾ ഇവിടെയൊന്നും എന്തില്ല, റെയിൻഫോൾ എന്തില്ല, അവിടെ ആവശ്യത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പാഴ്സ് എന്ന് വെച്ചാൽ കുറവെന്നാണ്. ആൻഡ് ഇൻറ്റൻസീവ് കാറ്റിൽ റിയറിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് എന്താണ് ഈ കാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കന്നുകാലികളെയൊക്കെ ഒരുപാട് വളർത്തുന്നത് കൊണ്ട് തന്നെ അവിടെ ഉള്ള പുല്ലുകളെല്ലാം കഴിച്ച് തീർക്കുകയും ചെയ്യും, ഈ കന്നുകാലികൾ കഴിച്ച് തീർക്കുകയും ചെയ്യും. അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, നാച്ചുറൽ വെജിറ്റേഷൻ വളരെ കുറവാണെന്ന് നമുക്ക് വിളിക്കാം. അതുകൊണ്ട് ഇവിടെ കാണപ്പെടുന്ന ഫോറസ്റ്റുകളെയാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ പിക്ചർ കാണാം, അല്ല ഞാനും കൊടുത്തിട്ടുണ്ട്. സോ ഈ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ അധികം എന്ത് കാണത്തില്ല, നാച്ചുറൽ വെജിറ്റേഷൻ, അതായത് പ്ലാന്റ്സും ട്രീസും ഒന്നും അധികം കാണത്തില്ല. വെള്ളത്തിൻ്റെ അംശം കുറവാണ്, ലോ റെയിൻഫോൾ ആണ് ഇവിടെ. ആൻഡ് ആർ പ്രിവലൻ്റ് ഇൻ ദ സെമി ആരിഡ് ഏരിയാസ് ഓഫ് സൗത്ത് വെസ്റ്റ് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സെമി ആറിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, സെമി ആറിഡ്. അതായത് മഴവെള്ളം വളരെ കുറച്ച് കിട്ടുന്ന ഏരിയാസിന് നമുക്ക് സെമി ആറിഡ് റീജിയൻസ് എന്ന് പറയാം. സോ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശിലൊക്കെയാണ് ഈ ഒരു ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് കാണുന്നത്. ഈ ഒരു ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഗ്രാസുകൾ കാണും, അതുപോലെ തന്നെ ഷ്രബ്സ് കാണും. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാസിൻ്റെ ഇനം തന്നെയാണ്. വിത്ത് ഇമ്പോർട്ടൻറ്റ് സ്പീസീസ് സച്ച് ആസ് കാബൂൾ, ബെർ, വൈൽഡ് ഡേറ്റ് പാം, കായർ, നീം, കെജറി ആൻഡ് പലാസ്. അപ്പോൾ ഇത്രയും സ്പീസീസാണ് അവിടെ ഉള്ളത്. സോ നിങ്ങൾക്കിത് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ അതിൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും. In certain regions, tussocky grass grows as undergrowth, reaching up to a height of
2 meters. അപ്പോൾ ഈ ടസോക്കി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഗ്രാസ് ആണ്, ഒരു ടൈപ്പ് ഓഫ് പുല്ലാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 മീറ്റർ വരെ പൊക്കത്തിൽ എന്ത് ചെയ്യും, ഈ ഒരു ഗ്രാസ് വളരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ നോക്കുന്നത് സ്വാമ്പ് ഫോറസ്റ്റ് ആണ്. സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് പറയുന്നതും സ്വാമ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശമുള്ള, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ നമുക്ക് സ്വാമ്പിൻ്റെ അർത്ഥം പറയാം. അപ്പോൾ സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷനൊക്കെയാണ് ഇൻ ദ വാസ്റ്റ് സലൈൻ എക്സ്പെൻസസ് ഓഫ് രാജസ്ഥാൻ, അല്ലേ. പിന്നെ ഫ്രഷ് വാട്ടർ ലേക്സ്. അപ്പോൾ എന്താണ് ഈ സലൈൻ എക്സ്പാൻസസ് എന്ന് വെച്ചാൽ ഉപ്പിൻ്റെ അംശമുള്ള ഏരിയാസാണ്. അപ്പം ഈ ഒരു സ്വാമ്പ് ഫോറസ്റ്റിലെ ഈ രാജസ്ഥാനിലൊക്കെ വരുന്നിടത്ത് എന്താണ് ഉപ്പിൻ്റെ അംശം ഒക്കെ ഉള്ള ഒരു ഏരിയയിലൊക്കെയാണ് ഈ സ്വാമ്പ് ഫോറസ്റ്റ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ഫ്രഷ് വാട്ടർ ലേക്കുകളിലും എന്ത് കാണാൻ പറ്റും, ഈ ഒരു സ്വാമ്പ് ഫോറസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിയും. ഫ്രഷ് വാട്ടർ മാർഷസ് ഓഫ് ദ ഗംഗാ പ്ലെയിൻ. മാർഷസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. എന്താണ് വെള്ളത്തിൻ്റെ അംശമുള്ള ഏരിയകളെയാണ് എന്തെന്ന് പറയുന്നത് മാർഷസ് എന്നൊക്കെ പറയുന്നത്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ. അറിഞ്ഞൂടാത്തവർ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ പോയി നോക്കി ജസ്റ്റ് ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് വരാം. ആൻഡ് ദ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ദ ബ്രഹ്മപുത്ര ആൻഡ് ഇൻ ദ ഡെൽറ്റായിക് റീജിയൻസ് ഓഫ് സുന്ദർബാൻ, അല്ലേ. അതുപോലെ തന്നെ എവിടെ ബ്രഹ്മപുത്രയിലെ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം കാണുന്ന ഈ ബ്രഹ്മപുത്രയിൽ എപ്പോഴും വെള്ളത്തിൻ്റെ അംശം ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവിടെ എപ്പോഴും ഫ്ലഡ് വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഈ ഫ്ലഡ് വരുന്ന അല്ലെങ്കിൽ അധികം വെള്ളം കയറുന്ന ഏരിയകളിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ സ്വാമ്പ് ഫോറസ്റ്റ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡെൽറ്റായിക് റീജിയൻ ഓഫ് സുന്ദർബാൻ, അല്ലേ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെൽറ്റാസിനെ പറ്റി പഠിച്ചു, സുന്ദർബാനെ പറ്റി പഠിച്ചു. അപ്പോൾ ഈ സുന്ദർബാനിൽ ഒരുപാട് ഡെൽറ്റ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ സ്വാമ്പ് ഫോറസ്റ്റ് കാണാൻ പറ്റും. ദ മാർഷി ആൻഡ് എക്സ്പാൻസീവ് ഡെൽറ്റായിക് റീജിയൻ ഓഫ് ഗംഗാ പ്ലെയിൻ ഇൻ ദ വെസ്റ്റ് ബംഗാൾ ഈ സുന്ദർബാൻ, അല്ലേ. അപ്പോൾ ഈ സുന്ദർബാനുകൾ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതും കൂടെയാണല്ലേ, ഡെൽറ്റ പഠിച്ചപ്പോൾ. ഈ ഒരു ഡെൽറ്റ എന്താണ്, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഓഫ് ഏരിയ ആയിരിക്കും. ഇതിൻ്റെ 2 സൈഡിൽ കൂടെ എന്താണ് റിവേഴ്സ് ഒഴുകിക്കൊണ്ട് പോകും എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഈ ഗംഗാ പ്ലെയിനിലുള്ള ഡെൽറ്റായിക് റീജിയൻ, ആ ഒരു ഡെൽറ്റായിക് റീജിയൻ എവിടെയാണ്, ഡെൽറ്റായിക് റീജിയൻ ഓഫ് ഗംഗാ പ്ലെയിൻ ഇൻ വെസ്റ്റ് ബംഗാൾ, അല്ലെ. വെസ്റ്റ് ബംഗാളിലുള്ള ഈ ഒരു ഡെൽറ്റ റീജിയൻ, ഗംഗാ പ്ലെയിനിൽ നിന്നും വരുന്ന ഈ ഒരു ഡെൽറ്റ റീജിയനെയാണ് എന്തെന്ന് പറയുന്നത്, സുന്ദർബാനുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ദ നാച്ചുറൽ വെജിറ്റേഷൻ ഫൗണ്ട് ലക്ഷൂറിയസ്ലി ഇൻ ദിസ് റീജിയൻ ഈസ് മാംഗ്രോവ്സ്, അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകതയായിട്ടുള്ളത്, ഒരുപാട് മാംഗ്രോവുകളുണ്ട്. മാംഗ്രോവുകൾ എന്ന് വെച്ചാൽ എന്താണ്, കണ്ടൽക്കാടുകളെന്ന് കേട്ടില്ലേ, അതായത് ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ഈ മാംഗ്രോവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചുറ്റും എന്തായിരിക്കും, വെള്ളമായിരിക്കും. അതിനെയൊക്കെയാണ് ഈ സുന്ദർബാൻ ഏരിയകളിലെയും ഈ മാംഗ്രോവുകളിലേക്ക് പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെള്ളം കെട്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ, അതായത് മരങ്ങളുടെ അംശം എന്തായിരിക്കും, വളരെയധികം ലക്ഷൂറിയസ്, അതായത് അധികമായിട്ട് അവിടെ എന്താണ് മരങ്ങൾ പൊടിച്ച് വരാറുണ്ട്. ആൻഡ് ദിസ് റീജിയൻ സെർവ്സ് ആസ് എ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഫോർ ദ റോയൽ ബംഗാൾ ടൈഗർ, അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മളെ ഇന്ത്യയിലെ തന്നെ അഭിമാനമായ റോയൽ ബംഗാൾ ടൈഗറിൻ്റെ വസിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ ഈ സുന്ദർബാൻ ഏരിയയും അതുപോലെ ഇവിടുത്തെ മാംഗ്രോവ്സുകളുടെയൊക്കെ കൂട്ടത്തിലാണ് നമ്മുടെ റോയൽ ബംഗാൾ ടൈഗറിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദ റൂട്ട് ഓഫ് മാംഗ്രോവ് ഫോറസ്റ്റ് ക്രിയേറ്റ്സ് എ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഫോർ ന്യൂമറസ് അക്വാട്ടിക് സ്പീഷീസ് ഇൻക്ലൂഡിങ് ഫിഷസ്, അല്ലേ. അപ്പോൾ ഈ മാംഗ്രോവ് ഫോറസ്റ്റിൽ ഇതിൻ്റെ റൂട്ടുകൾ, അല്ലേ, റൂട്ടുകൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, സാധാരണ നമ്മുടെ ഫോറസ്റ്റുകളിലെ റൂട്ട് മണ്ണിലാണെങ്കിൽ ഇതിൻ്റെ റൂട്ടുകൾ വെള്ളത്തിലും കൂടെ സ്പ്രെഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ റൂട്ടുകളുടെ ഇടയിലൊക്കെ ഒരുപാട് മത്സ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ജീവിക്കാറുണ്ട്. അതുപോലെ ഫിഷുകൾ ജീവിക്കാറുണ്ട്, അല്ലേ. അതുപോലെ അക്വാട്ടിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്ന പല പല ഫിഷ് പോലത്തെ പല പല ഓർഗാനിസംസ് ഉണ്ടല്ലോ, അതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അക്വാട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്പീഷീസൊക്കെ എവിടെ ജീവിക്കാറുണ്ട്, മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഈ ഫോറസ്റ്റിലെ റൂട്ടുകളിൽ. ഓക്കെ, they are the abode of varied species of birds. Sundari, a type of mangrove, stands out as one of the distinctive features of the Sundarbans delta, അല്ലേ. അപ്പം ഇവിടെ ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ട് മരങ്ങളുടെ റൂട്ടിൽ നമ്മളെ അക്വാട്ടിക് അനിമൽസ് ജീവിക്കുമെങ്കിൽ, അക്വാട്ടിക് സ്പീഷീസ് ജീവിക്കുമെങ്കിൽ ഇതിൻ്റെ മരത്തിൻ്റെ കൊമ്പുകളിലും ചില്ലകളിലും ആരായിരിക്കും ജീവിക്കുന്നത്, ഒരുപാട് ബേർഡ്സ്, അല്ലേ. അതാണ് ഒരുപാട് സ്പീഷീസ് ഉള്ള ഒരുപാട് പല വൈവിധ്യങ്ങളായിട്ടുള്ള ബേർഡ്സുകളും ഇവിടെ ജീവിക്കുന്നുണ്ടെന്നും. ആൻഡ് ഈ ഒരു സുന്ദരി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മാംഗ്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, സ്റ്റാൻഡ് ഔട്ട് ആസ് വൺ ഓഫ് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ്. അപ്പോൾ ഈ സുന്ദർബാൻസ് ഡെൽറ്റ ഏരിയയിലെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സുന്ദരി കണ്ടൽ വനം എന്ന് പറയുന്ന ഈ കണ്ടൽക്കാടാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട്. ലൊക്കേറ്റ് ദ സുന്ദർബാൻസ് ഡെൽറ്റ ബൈ റെഫറിങ് ടു ആൻ അറ്റ്ലസ്. അപ്പം എവിടെയായിട്ടാണ് വരുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി പ്രിപ്പയർ എ നോട്ട് വിത്ത് പിക്ചേഴ്സ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മാംഗ്രോവ് ഫോറസ്റ്റ്. അപ്പോൾ നിങ്ങളോട് ആ കുറേ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ നോട്ടിലൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ച് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊവൈഡഡ് മാപ്പ് ഫിഗർ 2.24 ഇല്ലസ്ട്രേറ്റ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ വെയിറ്റേഷൻ ഇൻ ഇന്ത്യ. Identify the list the major natural variations in the North Indian plain by analyzing the map. അപ്പോൾ തൊട്ട് താഴത്തെ മാപ്പ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിൽ പല ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളുണ്ട്. ഈ ഫോറസ്റ്റുകളെ ജസ്റ്റ് എഴുതാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രോപ്പിക്കൽ ഡെസിജിയസും ട്രോപ്പിക്കൽ തോണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി നിങ്ങൾ എഴുതേണ്ടത് ഏതൊക്കെയാണ്? മാംഗ്രോവ് ഫോറസ്റ്റ്, മൗണ്ടെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസിജിയസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. മൊത്തം കാര്യങ്ങളും അവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ തന്നെ ഓരോ സ്ഥലങ്ങളും എവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഇതുവരെ പഠിപ്പിച്ചത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിനകത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളും ഓരോ ഏരിയാസിലാണെന്ന് പറഞ്ഞ് പഠിച്ചു അല്ലേ? വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് മാപ്പ് നോക്കി അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ പേജ് നമ്പർ 48 ആണ്. സോ മേജർ സോയിൽ ടൈപ്സ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഇവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഏറ്റവും കൂടുതലും കിടക്കുന്ന സോയിൽ ഏതാണ്? അലൂവിയൽ സോയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മാത്രം നാച്ചുറൽ വെയിറ്റേഷൻ അധികമായിട്ടുള്ളതും. കാര്യം അലൂവിയൽ സോയിലിൽ എന്തിൻ്റെ പ്രത്യേകതയുണ്ട്? ഫെർട്ടിലിറ്റി അല്ലേ, ഫലഭൂഷ്ടിയായിട്ടുള്ള മണ്ണ് കൂടുതലാണ് ഈ അലൂവിയൽ സോയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അലൂവിയൽ സോയിൽസ് വേരി ഇൻ നേച്ചർ ഫ്രം സാൻഡി ലോം ടു ക്ലേ അല്ലേ. അപ്പം ഈ അലൂവിയൽ സോയിലിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സാൻഡി ലോം ആയിട്ടുള്ള ഏരിയ, അതായത് അങ്ങനത്തെ സോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. കുറച്ച് മണൽത്തരികളൊക്കെ പോലെയുള്ള സ്ഥലങ്ങളായിരിക്കും. മറ്റതെന്തായിരിക്കും? ക്ലേ ആയിരിക്കും. അതായത് നമ്മളെ കളിമണ്ണ് പോലത്തെ ഏരിയാസ്. അപ്പോൾ ഈ അലൂവിയൽ സോയിൽ കൂടുതലും കാണപ്പെടുന്നത് ഇൻ ദ ലിമിറ്റഡ് ഏരിയാസ് ഓഫ് രാജസ്ഥാനിൽ എല്ലായിടത്തും ഇല്ല, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ അലൂവിയൽ സോയിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ദ പ്ലെയിൻസ് ഓഫ് ഗുജറാത്ത്. പക്ഷേ ഗുജറാത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാണാൻ കഴിയും? അലൂവിയൽ സോയിൽ കാണാൻ കഴിയും. ഇനി ഇതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് അലൂവിയൽ സോയിലുണ്ട്, ഖാദറും ബാങ്കറും. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? പേജ് നമ്പർ 39 ഫിഗർ 2.14 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാബർ താരായി, അതിനുശേഷം പുതിയ അലൂവിയൽ സോയിൽസും പഴയ അലൂവിയൽ ഡെപ്പോസിറ്റുകളുമാണ് ബംഗാറും ഖാദറും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ടൈപ്പ് ഓഫ് അലൂവിയൽ സോയിൽസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദീസ് 2 ടൈപ്സ് ഓഫ് സോയിൽ ബൈ റെഫറിങ് ടു ദ പ്രീവിയസ് ടോപ്പിക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യത്തിൻ്റെ ആ ഖാദറിൻ്റെയും ബംഗാറിൻ്റെയും ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദ അലൂവിയൽ സോയിൽ ഇൻ ദ ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിൻസ് ആൻഡ് ദ ബ്രഹ്മപുത്ര വാലി ആർ മോർ ലോമി ആൻഡ് ക്ലേയി അല്ലേ. അപ്പം അലൂവിയൽ സോയിൽ ഇൻ ദ ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിൻസ് അല്ലേ. ഗംഗ പ്ലെയിൻസിൻ്റെ ഒരു താഴെ ഭാഗത്തേക്കും അതുപോലെ ഗംഗാ പ്ലെയിൻസിൻ്റെ മിഡിൽ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനത്തെ സോയിൽ കാണാൻ പറ്റും? ലോമി ആൻഡ് ക്ലേയി. അതായത് എങ്ങനെ? വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് കളിമണ്ണ് പോലെയും നനവുള്ള രീതിയിലാണ് മണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയാം. അതുപോലെ ബ്രഹ്മപുത്ര വാലിയിലും അല്ലേ, ബ്രഹ്മപുത്ര താഴ്വാരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ലോമി ക്ലേ ആയിട്ടായിരിക്കും സോയിൽ. ഈ അലൂവിയൽ സോയിൽ ഈസ് വെൽ സ്യൂട്ടഡ് ഫോർ അഗ്രികൾച്ചർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ നെൽപ്പാടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവിടുത്തെ മണ്ണ് എങ്ങനെയാണ്? വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് ഇതുപോലെ ലോമി ആൻഡ് ക്ലേയി ആയിട്ടാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഏരിയാസ്, അതായത് ലോവർ ആൻഡ് മിഡിൽ ഗംഗാ പ്ലെയിനും ബ്രഹ്മപുത്ര വാലിയും ഒക്കെ എന്തിന് ബെസ്റ്റാണ്? അഗ്രികൾച്ചർ ചെയ്യാനായിട്ട് ബെസ്റ്റ് സ്ഥലങ്ങളാണ്. The red soil is found in the southern part of the middle Ganga plain അല്ലേ. ഈ മിഡിൽ ഗംഗാ പ്ലെയിനിൻ്റെ സദേൺ പാർട്ട് സൗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റെഡ് സോയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ റെഡ് കളർ കിട്ടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോയിലിൽ അയണിൻ്റെ പ്രസൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ അയണിൻ്റെ നമുക്ക് നമ്മുടെ ബോഡിയിലായാലും അയണിൻ്റെ അംശം ഉണ്ടെങ്കിൽ ബ്ലഡിന് കളർ കിട്ടുന്നത് പോലെ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ എന്താണ്? അയണിൻ്റെ കളർ ഉള്ളത് കൊണ്ടാണ് അവിടെ റെഡ് കളർ കിട്ടുന്നത്. ദ സോയിൽ ഫൗണ്ട് ഇൻ ദ
സുന്ദർബാൻസ് ഡെൽറ്റ റീജിയൻ ഈസ് സലൈൻ സോയിൽ വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഹയർ പ്രസൻസ് ഓഫ് സോൾട്ട് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള മണ്ണിൻ്റെ ഒരു പ്രത്യേകത, ഈ സുന്ദർബാൻ ഡെൽറ്റ റീജിയനിലെ മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ഈ മണ്ണിൻ്റെ പ്രത്യേകതയ്ക്ക് സലൈൻ ആയിരിക്കും, ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ടുള്ള മണ്ണായിരിക്കും ഇവിടെ. അതുപോലെ സലൈൻ സോയിൽ കൺസിസ്റ്റ് ഓഫ് സാൻഡ് ആൻഡ് ലോം അല്ലേ. ഈ ഉപ്പിൻ്റെ അംശമുള്ള ഈ മണലിനകത്ത് ഒരുപാട് മണൽത്തരികളും അതുപോലെ തന്നെ ഇങ്ങനെ ലോമി എന്ന് പറയുമ്പം നല്ല ബലഭൂഷ്ടിയുള്ള മണലുകളെയാണ് എന്തെന്ന് പറയുന്നത്, ലോമി എന്ന് പറയുന്നത്. സോ അതാണ് അവിടുത്തെ പ്രത്യേകത. സീ വാട്ടർ ഇൻട്രൂഷൻസ് ഇൻ ടു ദ ഡെൽറ്റാസ് കോസ് ദ ഫോർമേഷൻ ഓഫ് സലൈൻ സോയിൽസ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സോയിലിൽ സലൈൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? സീ വാട്ടർ ഇൻട്രൂഷൻസ്, അതായത് നമ്മൾ ഈ ഡെൽറ്റ വന്ന് എൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? കടലിലാണ്. അപ്പോൾ ഈ കടലിൽ നിന്നുള്ള വെള്ളം എങ്ങോട്ടും കയറാറുണ്ട്, ഈ ഡെൽറ്റയിലോട്ടും കയറി മിക്സ് ആവാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ മണ്ണിന് ഉപ്പിൻ്റെ അംശം വരാനുള്ളതിൻ്റെ കാരണമെന്ന് പറയുന്നത്. സോ ഇൻ സർട്ടൺ ഏരിയാസ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ വെയർ ദർ ഈസ് ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ വിത്ത് എക്സസീവ് ഇറിഗേഷൻ ദ ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ഹാസ് ടേൺഡ് സലൈൻ അല്ലേ. ഇനി ചില ഏരിയാസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ചില സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എന്ത് ചെയ്യും, ഈ കൾട്ടിവേഷൻ നടത്താറുണ്ട്. ഈ കൾട്ടിവേഷൻ നടത്താറുള്ളത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് എന്ത് ചെയ്യും, എക്സസീവ് ഇറിഗേഷൻ, അതായത് ഇവിടെ നിന്നൊക്കെ ഉള്ള വെള്ളത്തിനെ പാടങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ ഈ ഫെർട്ടൈൽ അലൂവിയൽ സോയിൽ ഹാസ് ടേൺഡ് സലൈൻ. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഈ അലൂവിയൽ സോയിൽ എന്തായി മാറി? കാര്യം ഈ വെള്ളമാണല്ലോ എടുക്കുന്നത്, എന്തിനു വേണ്ടി? കൃഷിക്ക് എടുക്കുന്നത്. ഈ വെള്ളം എടുത്ത് തന്നെ എന്താവുകയാണ്, ആ ഒരു സ്ഥലവും ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ട് ആവുകയാണ് ചെയ്യുന്നത്. എലോങ് ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് വെസ്റ്റ് ബംഗാൾ പീറ്റ് സോയിൽ ഈസ് ഓൾസോ ഫൗണ്ട്. ഇനി വെസ്റ്റ് ബംഗാളിലെ കടൽ തീരങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കടൽ ഏരിയാസിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? പീറ്റ് സോയിൽ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് സോയിൽ അവിടെ നിന്ന് കാണാൻ കഴിയും. ഇനി മറ്റൊരു സോയിൽ എന്ന് പറയുന്നത് എന്താണ്? അറിഡ് സോയിൽ. നമ്മൾ നേരത്തെ സെമി അറിഡ് റീജിയൺ എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു അല്ലേ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിനെയാണ് അറിഡ് അല്ലെങ്കിൽ സെമി അറിഡ് എന്നൊക്കെ പറയുന്നത്. സോ ഇവിടുത്തെ സോയിൽ എവിടെയാണ് കൂടുതലും കാണാൻ കഴിയുന്നത്? ഡ്രൈ എന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോ, ഇൻ ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലേ. വെസ്റ്റേൺ പാർട്ടിലാണ് എന്ത് കാണാൻ കഴിയുന്നത്? അറിഡ് സോയിൽ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? രാജസ്ഥാനിലാണിത് കാണാൻ കഴിയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ജനറലി സാൻഡി ആൻഡ് സലൈൻ ഇൻ സ്ട്രക്ചർ അല്ലേ. ഇവിടുത്തെ മണ്ണായാലും എന്താണ്, ഒരു മണൽത്തരികൾ പോലെയും അതുപോലെ ഉപ്പിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉള്ള മണ്ണ് തന്നെയാണ്. ആസ് ദിസ് സോയിൽ ലാക്സ് ഹ്യൂമസ് ആൻഡ് മോയ്സ്ചർ, ഇറിഗേഷൻ സപ്പോർട്ട് ഈസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ്സ് ടു ഗ്രോ അല്ലേ. ഹ്യൂമസിൻ്റെ അംശം, ഹ്യൂമസ് ആണ് നമ്മളെ ഈ മണ്ണിനെ ബലഭൂഷ്ടിയാക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം. ഹ്യൂമസ് കൂടിയ മണ്ണുകൾക്ക് ബലഭൂഷ്ടി കാണും. സോ ഇവിടുത്തെ മണ്ണിന് ഹ്യൂമസ് കുറവാണ്, അതുപോലെ മോയ്സ്ചറും കുറവാണ്, വെള്ളത്തിൻ്റെ അംശവും വളരെ കുറവാണ്. നമുക്കറിയാം അറിഡ് സോയിലാണ്, അറിഡ് എന്ന് വെച്ചാൽ ഡ്രൈ സോയിലാണ്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം കുറവാണ്. ഇനി ഇറിഗേഷൻ സപ്പോർട്ട് വേണം, അതായത് വെള്ളം ഇവിടെ കൊണ്ട് എത്തിച്ചു കൊടുത്താൽ മാത്രമേ അവിടെയുള്ള പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വളർത്തി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബൈ അനലൈസിങ് ദ പ്രൊവൈഡഡ് മാപ്പ്. അപ്പോൾ ഇവിടെ ഫിഗർ 2.25 കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എന്ത് കൊടുത്തിട്ടുണ്ട്, സോയിലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സോയിലുകളെയൊക്കെ ഓരോ പേരുകളായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അലൂവിയൽ സോയിൽ, അറിഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്, നോർത്ത് ഇന്ത്യൻ അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലുള്ള ഇത്രയും സോയിലുകളാണ് നമ്മളിവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ആക്ടിവിറ്റിയിൽ. ഇനി നമുക്ക് ഇവിടുത്തെ ഹ്യൂമൻ ലൈഫിനെ പറ്റി നോക്കാം. നമ്മുടെ എല്ലാ വെജിറ്റേഷൻസിനെ പറ്റിയും മൃഗങ്ങളെ പറ്റിയൊക്കെ നമ്മൾ നോക്കിയല്ലോ. ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിലാണെന്ന് നമുക്കറിയാം. ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നല്ല ബലഭൂഷ്ടിയുള്ള സ്ഥലമാണ്. ഫ്ലാറ്റ് ടോപ്പോഗ്രഫിയാണ്, അതായത് പൊക്കവും കുറവും അങ്ങനെയൊന്നുമല്ല, വളരെ എന്താണ് ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. പിക്ചേഴ്സിലൊക്കെ കണ്ടാൽ തന്നെ അങ്ങ് അറിയാം, ഇതിൻ്റെ ഇടയിൽ മലകളും കുന്നുകളും ഒന്നുമില്ല, ഫ്ലാറ്റാണ് ഏരിയ. അതുപോലെ തന്നെ എന്താണ്, പ്രസൻസ് ഓഫ് പെരണിയൽ റിവേഴ്സ്. പെരണിയൽ റിവേഴ്സ് എന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം കിട്ടുന്ന റിവേഴ്സിനെയാണ് നമുക്ക് എന്തെന്ന് പറയാം, പെരണിയൽ റിവേഴ്സ് എന്ന് പറയാം. ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് അല്ലേ, നമുക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സോ ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ പ്രത്യേകതകൾ അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതെല്ലാം ഓരോന്നും. Although this extensive plain accounts for less than 1/4 of the total area of our country അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, നമ്മളെ ഇന്ത്യയിൽ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1/4 എന്തെന്ന് പറയാം, നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണെന്ന് പറയാം. ലെസ് ദാൻ 1/4 എന്നാണ് പറയുന്നത്, 1/4 കുറച്ച് കുറവ്.
ഇറ്റ് ഈസ് ഹോം ടു മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യാസ് ടോട്ടൽ പൊല്യൂഷൻ, അല്ലേ? ഇന്ത്യയുടെ മുഴുവൻ പോപ്പുലേഷൻ്റെ പകുതിയിൽ കൂടുതലും എവിടെയാണെന്ന് നമുക്ക് പറയാം, ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലാണെന്ന് പറയാം. കാര്യം അത്രത്തോളം പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയാണ് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ബിൽഡിംഗ് ഇന്ത്യാസ് എക്കോണമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ അഗ്രികൾച്ചറൽ സെക്ടർ, അല്ലേ? ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി കൂട്ടുന്നത് തന്നെ മെയിനായിട്ട് ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഒരുപാട് അഗ്രികൾച്ചർ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ കൊണ്ടാണ് അവിടെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു മാറ്റം വരുത്താനുള്ള ഒരു കാരണം. വീറ്റ്, റൈസ്, ജ്യൂട്ട് ആൻഡ് ഷുഗർ കെയിൻ ആർ വൈഡ്ലി കൾട്ടിവേറ്റഡ് ഹിയർ, അല്ലേ? ഇവിടെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഇത്രയും ധാന്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ സപ്പോർട്ടഡ് ബൈ ഇറിഗേഷൻ ഹാസ് മെയ്ഡ് ദ പ്ലെയിൻ ദ ഗ്രാനറി ഓഫ് ഇന്ത്യ, അല്ലേ? ഇവിടെ ഒരുപാട് കൾട്ടിവേഷൻ നടത്താറുണ്ട്, എക്സ്റ്റെൻസീവായിട്ടാണ് വലിയ രീതിയിൽ നടത്താറുണ്ട്. അതുപോലെ വെള്ളം അത്രയും കിട്ടുന്നത് കൊണ്ട് തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റിയും അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് നദികളിൽ നിന്നും പാടത്തിലേക്ക് വെള്ളം കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന രീതികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിനെ എന്തെന്ന് വിളിക്കും? ഗ്രാനറി ഓഫ് ഇന്ത്യ, അല്ലേ? ഗ്രാനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഫുഡൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന നെല്ലറ എന്നാണ് അതിൻ്റെ മലയാളം, അല്ലേ? ഫുഡൊക്കെ നമ്മൾ ശേഖരിക്കുന്ന നെല്ലറ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഗ്രാനറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നെല്ലറ എന്നുള്ള പേരാണ്. ദ എൻറ്റയർ പ്ലെയിൻ എക്സെപ്റ്റ് ദ താർ ഡെസേർട്ട് ഹാസ് എ വെൽ ഡെവലപ്ഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽവേസ്. ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നമ്മൾ എവിടെ പോയാലും നല്ല റോഡും റെയിൽവേ സിസ്റ്റവും ഒക്കെ ഉണ്ട്. എവിടെ ഒഴിച്ച് താർ ഡെസേർട്ട്, താർ മരുഭൂമി ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും നല്ല റോഡ്സും റെയിൽവേസും ഒക്കെ ഉണ്ട്. ദിസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഹാസ് ഫെസിലിറ്റേറ്റഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ഓഫ് ദ റീജിയൻ, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇവിടെയുള്ള റോഡ് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതുപോലെ ബിൽഡിങ്സിൻ്റെ ഇരിപ്പ് തുടങ്ങിയ എല്ലാം നമുക്ക് എന്താണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം. അതിനകത്തുള്ള ആ ഒരു ഏരിയക്കകത്തുള്ള ഇതുപോലെ ഉള്ള കാര്യങ്ങളെയൊക്കെ മുഴുവനായിട്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം. സോ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് എന്താണ് നമ്മുടെ ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെ ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. കാര്യം അവർക്ക് ഒരു സാധനം വീറ്റായാലോ ജൂട്ടായാലോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി വരെയാണ്. ഈ സാധനങ്ങൾ കിട്ടാനും എളുപ്പമാണ്, അതുപോലെ കൊണ്ടുവരാൻ നല്ല റോഡുമുണ്ട്, റെയിൽവേയും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇൻഫ്രാസ്ട്രക്ചർ നല്ലതായതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിലായിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുമ്പോൾ തന്നെ എന്തും കൂടെ അതിൻ്റെ കൂടെ നടക്കും? അർബനൈസേഷൻ. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ചാൽ ഒരുപാട് ഇൻഡസ്ട്രീസും ഫാക്ടറീസും വരുന്നത്. ഇങ്ങനെ ഇൻഡസ്ട്രീസും ഫാക്ടറീസും വരുമ്പം ഇതൊരു കുഞ്ഞു സ്ഥലം മാറി വലിയ നഗരങ്ങളാവും. അതാണ് അർബനൈസേഷൻ. അർബൻ എന്ന് വെച്ചാൽ അതാണ് നഗരം. അപ്പോൾ അങ്ങനെ വലിയ വലിയ നഗരങ്ങളായിട്ട് മാറുകയും ചെയ്യും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, ഖാരിഫ്, റാബി ആൻഡ് സൈദ്. അപ്പം 3 ഡിഫറെൻറ്റ് ക്രോപ്പിംഗ് സീസണാണ് ഇവിടെ ഉള്ളത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഉള്ളത്. ഇതെന്തായാലും മസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചോ. ഖാരിഫ്, റാബി, സൈദ് എന്ന് പറയുന്നത് 3 ക്രോപ്പിംഗ് സീസണാണ്. നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ സീസൺസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ കാലാവസ്ഥ ക്ലൈമറ്റിൽ പഠിക്കണമെങ്കിൽ ക്ലൈമറ്റിൽ പല സീസണുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ചും അവിടെ എന്ത് നടക്കാറുണ്ട്? പല ടൈപ്പ് ഓഫ് ക്രോപ്പിംഗ് സീസൺ, പല ടൈപ്പ് ഓഫ് ധാന്യങ്ങൾ പൊടിക്കാൻ പല പല സമയങ്ങളിലാണ് ഇത് പൊടിക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിനെ പറയുന്നത് ഖാരിഫ് സീസൺ, റാബി സീസൺ, സായിദ് സീസൺ, 3 എണ്ണമുണ്ട്. ഇപ്പോൾ ഖാരിഫ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, അതായത് നമ്മളെ മഴയൊക്കെ ലഭിക്കുന്ന ആ ഒരു സമയമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഖാരിഫിനകത്ത് വന്നിരിക്കുന്ന ക്രോപ്പുകൾ ഏതൊക്കെയാണെന്ന് തൊട്ട് താഴത്തെ ബോക്സിനകത്തുണ്ട്. ഈ ഖാരിഫ് തുടങ്ങുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. നമുക്കറിയാം ഈ ഒരു സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു കാലത്ത് തന്നെ ഇവരുണ്ടാക്കുന്ന മെയിനായിട്ടുള്ള ക്രോപ്പുകൾ ഏതൊക്കെയാണ്? റൈസ്, കോട്ടൺ, ജ്യൂട്ട്, ബജ്ര, ടെർ. അപ്പോൾ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെയാണ് ട്രോപ്പിക്കൽ ക്രോപ്പുകൾ, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ എന്ന് ഉദ്ദേശിക്കുന്ന വാക്ക്. സോ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ നമുക്കറിയാം മഴക്കാലം ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്രോപ്സുകളൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. റാബി എന്ന് പറയുന്ന സീസൺ തുടങ്ങുന്നത് എപ്പോഴാണ്? വിത്ത് ദ ഓൺസെറ്റ് ഓഫ് കോൾഡ് സീസൺ, അല്ലെ? കോൾഡ് സീസൺ തുടങ്ങുന്നതിന് ആ ഒരു ടൈം, അല്ലെങ്കിൽ നമ്മുടെ വിൻ്ററൊക്കെ ആവുന്ന ഒരു ടൈമിലാണ് എന്തെന്ന് പറയുന്നത്? റാബി എന്ന് പറയുന്നത്. ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ ആ ഒരു സമയമായിരിക്കുമല്ലോ നമ്മളിവിടെ വിൻ്റർ. നമ്മളിവിടെ മാർച്ചിൽ വിൻ്റർ അല്ല, കേരളത്തിലേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ. സോ അവിടേക്ക് ഈ ഒരു ടൈമിൽ എന്തായിരിക്കും? തണുത്ത ഒരു കാലാവസ്ഥയായിരിക്കും. സോ അതാണ് ടെമ്പറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്രോപ്സ്, അത്രത്തോളം മഴയും കാര്യങ്ങളും ഇല്ലാത്തൊരു സമയത്ത് വരുന്നതാണ് വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ്, ബാർലി തുടങ്ങിയതൊക്കെ.
ഇനി ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ആൻഡ് സായിദ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പിംഗ് സീസൺ സ്റ്റാർട്ട്സ് ആഫ്റ്റർ ദ കൾട്ടിവേഷൻ ഓഫ് റാബി സീസൺ. കാര്യം ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടൈമാണ്. കാര്യം ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ ഖാരിഫ് അങ്ങ് എടുത്തു അല്ലേ. ഇനി ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ ആരും എടുത്തു, റാബിയും എടുത്തു. ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് സമയം, അതായത് ഏപ്രിൽ ടു ജൂൺ, ഈ ഒരു കാലഘട്ടത്താണ് ഈ സൈദ് എന്ന് പറയുന്ന ഈ ഒരു ക്രോപ്പിംഗ് സീസൺ ഉള്ളത്. ഈ സമയത്ത് അവർ നടുന്ന മെയിനായിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണ്, വെജിറ്റബിൾസൊക്കെ ആ സമയത്ത് നടാറുണ്ട്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഫോഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുല്ല് വർഗ്ഗങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ അനിമൽസിനൊക്കെ കൊടുക്കാനായിട്ടുള്ള വൈക്കോല് തുടങ്ങിയതിനൊക്കെയുള്ള കൃഷിയൊക്കെ ഈ ഒരു കാലഘട്ടത്ത് ചെയ്തെടുക്കാറുണ്ട്. So we have discussed the major crops cultivated in the North Indian plain. അല്ലേ, മേജർ ക്രോപ്സ് നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് എന്നുള്ളത്. The crops mentioned above are not uniformly cultivated across the entire plain. അല്ലേ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ക്രോപ്പുകൾ എല്ലാം ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേപോലെ ആയിരിക്കില്ല നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ മുഴുവനായിട്ട് നടുന്നത്. കാര്യം ദെയർ ആർ റീജിയണൽ ഡൈവേഴ്സിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രോപ്സ് ആൻഡ് ദെയർ ക്രോപ്പിംഗ് പാറ്റേൺസ്. അല്ലേ, നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ തന്നെ മണ്ണിന് പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ അവിടുത്തെ ക്ലൈമറ്റ് വ്യത്യാസമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, മഴ ലഭിക്കുന്ന വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പം എല്ലായിടത്തും കൊണ്ടുപോയി ബജ്രയോ കോട്ടണോ ഒക്കെ അങ്ങ് എടുത്ത് വളർത്താൻ പറ്റില്ല. അതുപോലെ വീറ്റും ഗ്രാമും ഒക്കെ നമുക്ക് എല്ലായിടത്തും നടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കുറച്ച് സ്ഥലങ്ങളിൽ റൈസ് നടുന്ന സമയത്ത് മറ്റടുത്ത് ബജ്രയോ ടെറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നടുന്നത്. ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ യു മൈറ്റ് ഹാവ് അക്യൂർഡ് എ ജനറൽ അവയർനെസ് അബൌട്ട് ദ ലൊക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആസ് വെൽ ആസ് ദ പ്രോസസ് ബൈ വിച്ച് ദ എക്സ്റ്റെൻസീവ് പ്ലെയിൻ വാസ് ഫോംഡ്. അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ പറ്റി മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഇത്രയും വലിയൊരു ഏരിയ ആയിട്ട് മാറിയത്, ഈ ഒരു ഏരിയ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലായി. ദിസ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ characterized by its rich output and abundance of perennial rivers plays a significant role in shaping the cultural diversity of India. അല്ലേ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ മെയിനായിട്ടുള്ള പ്രത്യേകത എന്താണ്, ഒരുപാട് പെരണിയൽ റിവേഴ്സാണ്. വെള്ളം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. അപ്പോൾ ഇത്രയും റിവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വളരെയധികം കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ല. രാജസ്ഥാനിൽ ഒരു രീതിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡൽഹി ഹരിയാന വന്നു കഴിഞ്ഞാൽ വേറൊരു രീതിയായിരിക്കും. അങ്ങനെ പല പല വൈവിധ്യങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ ജീവിക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. സെർവിങ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യാസ് അഗ്രികൾച്ചറൽ ബേസ്ഡ് എക്കോണമി. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ ഇത്രത്തോളം കൃഷി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ പോലും സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അഗ്രികൾച്ചറൽ ബേസ്ഡ് എക്കോണമി, അഗ്രികൾച്ചറിൽ നിന്നും കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള വളർച്ച. ദിസ് പ്ലെയിൻ ബിയേഴ്സ് എ ഡെസിസീവ് റെസ്പോൺസിബിലിറ്റി ഫോർ അവർ നേഷൻസ് ഫുഡ് സെക്യൂരിറ്റി. അല്ലേ, നമുക്ക് ഇപ്പോഴും ആഹാരമൊക്കെ നല്ല ലാവിഷായിട്ട് കിട്ടുന്നതിൻ്റെ ഒരു കാര്യം തന്നെ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ഇത്രത്തോളം അഗ്രികൾച്ചർ ഉള്ളതും നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുന്നതും ഈ ഒരു ഏരിയ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. The facilities such as transportation and communication provided by the plane have been facilitating the spread and cultural diffusion of people for decades. അല്ലേ, അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഫെസിലിറ്റീസൊക്കെ ഒരുപാട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ആൾക്കാർ ഒരുപാട് വന്ന് ജീവിക്കുന്നുണ്ട്. അല്ലേ, കൾച്ചറൽ ഡിഫ്യൂഷൻ, പല പല കൾച്ചേഴ്സും മിക്സ്ഡ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ആൻഡ് ദ പ്ലൂറൽ ആൻഡ് മിക്സ്ഡ് സൊസൈറ്റി ദാറ്റ് ഡെവലപ്ഡ് ത്രൂ ദിസ് ഈസ് ദ ബ്യൂട്ടി ആൻഡ് സ്ട്രെങ്ത് ഓഫ് അവർ ഇന്ത്യ. അല്ലേ, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയെ ഡിഫറൻ്റ് ആക്കുന്ന ഒരൊറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നമ്മുടെ ഇവിടെയുള്ള വൈവിധ്യം, ഡൈവേഴ്സിറ്റിയാണ്. അല്ലേ, അപ്പോൾ ഇത്രയും ആൾക്കാർ, ഇത്രയും സംസ്കാരം, ഇത്രയും ഭാഷകളെല്ലാം കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മണ്ണാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു പക്ഷേ വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അതെല്ലാം എന്തായി മാറിയേനെ, ഓരോ രാജ്യങ്ങളായി മാറിയേനെ. ഇപ്പോൾ യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്രാൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാർ ഒരു രാജ്യം, സ്വിറ്റ്സർലാൻഡ് സ്വിസ് ഭാഷ സംസാരിക്കുന്ന വേറൊരു രാജ്യം. ഇവിടെ അങ്ങനെയാണോ? തമിഴ്നാടും കേരളവും ഒക്കെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. എന്തെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ വന്നാലും അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് വീണ്ടും നമ്മളെല്ലാവരും എന്താവും, ഒന്നാവും. സോ അതാണ് ഇന്ത്യയുടെ മനോഹരിത അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാം. സോ ഇത്രയാണ് നമ്മുടെ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. സോ ഇതിൻ്റെ ഫൈനൽ നോട്ട്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അപ്പം തന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി ഓണപരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതിലെ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ 4 ആവാം. അതുപോലെ ഹിസ്റ്ററിയിലും
4 ചാപ്റ്റർ വരെ കാണുമെന്നാണ് ഞാൻ കേട്ടത്. സോ അതെന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്, ഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്കിത് പഠിക്കാനായിട്ട് ആ നോട്ട് ഡൗൺലോഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടൊക്കെ പഠിച്ച് നല്ല മാർക്കൊക്കെ കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സ്റ്റഡി വെൽ. ബൈ ബൈ. സീ യു അൺടിൽ നെക്സ്റ്റ് വീഡിയോ.